Hello friends, ഈ വീഡിയോയിൽ നമ്മൾ എസ്റ്റിമേഷനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എസ്റ്റിമേഷനിൽ നമ്മൾ യൂഷ്വലി ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് മെഷർമെൻറ്റ് ടെക്നീക്സ് ഉണ്ട്. ഓരോ ടൈപ്പ് മെഷർമെൻറ്റ്സ് നമ്മൾ ഏത് യൂണിറ്റ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. In booking dimensions, the order shall be in the sequence of length, breadth and height or depth or thickness. ഒരു പ്രാവശ്യം ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ ഡൈമെൻഷൻസ് എസ്റ്റിമേഷനിൽ എടുക്കാൻ നേരം അത് ബുക്ക് ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ലെങ്ത്ത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മെഷർമെൻറ്റിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യും, പിന്നെ വിഡ്ത്തും, പിന്നെ ലാസ്റ്റ് തിക്നെസ് അല്ലെങ്കിൽ ഡെപ്ത് ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. Dimensions shall be measured to the nearest 0.01 meter or 1 centimeters. Dimensions മെഷർ ചെയ്യുമ്പം എത്ര ആക്യുറസി വേണം എന്നാണ് പറയുന്നത്. നമ്മൾ നിയറസ്റ്റ് 1 സെൻറ്റിമീറ്ററിനടുത്തായിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് എടുക്കുന്നത്. ഏരിയ ഷെൽ ബി മെഷേർഡ് ടു ദ നിയറസ്റ്റ് 0.01 സ്ക്വയർ മീറ്റേഴ്സ്. Cubic contents should be worked out to the nearest 0.01 cubic meters. അപ്പോൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമെൻഷൻസ് എടുക്കുന്നത് 1 സെൻറ്റിമീറ്റേഴ്സ്, അതായത് 0.01 മീറ്റേഴ്സ്, ഏരിയ വരുമ്പോൾ 0.01 മീറ്റർ സ്ക്വയറും വോളിയം വരാൻ നേരം 0.01 ക്യൂബിക് മീറ്റേഴ്സ്. സോളിംഗ് ലെയർ ഇസ് കമ്പ്യൂട്ടഡ് ഇൻ സ്ക്വയർ മീറ്റേഴ്സ്. അപ്പോൾ എന്താണ് ഈ സോളിംഗ് ലെയർ എന്നുള്ള ആദ്യം പറയാം. നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം, നമ്മൾ ഫൂട്ടിങ് കൊടുക്കാൻ നേരം അതിൻ്റെ അടിയിൽ നല്ല സോഫ്റ്റ് സോയിലാണ് എങ്കിൽ നമ്മൾ ഡയറക്റ്റ് സോയിലിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫൂട്ടിങ് കൺസ്ട്രക്ട് ചെയ്യാറില്ല. പകരം പെബിൾസ് അല്ലെങ്കിൽ നല്ല ഹാർഡ് റോക്ക് പെബിൾസ് അല്ലെങ്കിൽ നല്ല സ്റ്റിഫായിട്ടുള്ള സോയിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എങ്കിൽ അതിൻ്റെ ഒരു ലെയർ ആദ്യം പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഫൂട്ടിങ് റെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെയറിനെയാണ് സോളിംഗ് ലെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സോളിംഗ് ലെയർ നമ്മൾ മെഷർ ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്താൽ മതി. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓരോ ടൈപ്പ് മെഷർമെൻറ്റ്സും അതിന് ഏത് യൂണിറ്റാണ് യൂസ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം എർത്ത് വർക്ക് എക്സ്കവേഷൻ. നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം എക്സ്കവേറ്റ് ചെയ്യുന്ന എർത്ത് വർക്ക് ഏത് യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ ക്യൂബിക് മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. റോക്ക് എക്സ്കവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്തതിന് ശേഷം എർത്ത് ബാക്ക് ഫില്ല് ചെയ്യുവാണെങ്കിൽ എല്ലാം മീറ്റർ ക്യൂബിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കട്ടിംഗ് ഓഫ് ട്രീസ്, നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ നേരം അതിന് മുന്നേ തന്നെ നമ്മൾ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുമ്പോൾ ട്രീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് നമ്പേഴ്സിലാണ്. എത്ര നമ്പർ ഓഫ് ട്രീസ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്ന ബേസിസിലാണ് മെഷർ ചെയ്യുന്നത്. ഇനിയും ഈ എക്സ്കവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ലീഡും ലിഫ്റ്റും. എന്താണ് ലീഡ് ആൻഡ് ലിഫ്റ്റ്? അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രത്തോളം നമുക്ക് ഈ എർത്ത് ഫില്ലിങ്ങിനെ നമുക്ക് മൂവ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ട സോയിലിനെ നമുക്ക് എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്യേണ്ടി വരുന്നു അതിനെയാണ് ലീഡ് എന്ന് വിളിക്കുന്നത്. വേർട്ടിക്കലി എത്ര ഹൈറ്റിലേക്ക് നമുക്കിതിനെ പൊക്കി കൊടുക്കേണ്ടി വരുന്നു അതിനെയാണ് ലിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലീഡ് യൂഷ്വലി വരുന്നത് 30 മീറ്റേഴ്സും ലിഫ്റ്റ് വരുന്നത് 1.5 മീറ്റേഴ്സുമാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ ടേംസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഇടുന്നത്, അതായത് എത്ര ലീഡ് എത്ര ലിഫ്റ്റ് വേണ്ടി വരുന്നു എന്ന ടേംസിലാണ് നമ്മൾ ഈ ലീഡിൻ്റെ ലിഫ്റ്റിൻ്റെ എസ്റ്റിമേറ്റ് ഇടുന്നത്. ഇനി ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ വരുന്നത് മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി ടെറസിങ്ങിനാണെങ്കിൽ ടെറസിങ്ങിൽ നമ്മൾ ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ലൈം കോൺക്രീറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന മീറ്റർ സ്ക്വയർ ആണ്. ഇനി സിമെൻറ്റ് കോൺക്രീറ്റ് ആയാലും RCC ആയാലും നമ്മൾ ക്യൂബിക് മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. ജാളി വർക്ക് നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ജാളി വർക്ക് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നുള്ളത്. ഇറ്റ് ഇസ് മെഷേർഡ് ഇൻ മീറ്റർ സ്ക്വയർ. DPC വളരെ ഇമ്പോർട്ടൻറ്റ്. DPC ഡാം പ്രൂഫ് കോഴ്സ് നമ്മൾ മെഷർ ചെയ്യുന്നതും മീറ്റർ സ്ക്വയറിലാണ്. ബ്രിക്ക് വർക്ക് വരുമ്പോൾ ബ്രിക്ക് വർക്ക് ഇൻ മേസണറി നമ്മൾ മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുന്നത്. ഹണികോം ബ്രിക്ക് വർക്ക് ആണ് അല്ലെങ്കിൽ പാർട്ടീഷൻ വാളിൻ്റെ ഒക്കെ ബ്രിക്ക് വർക്ക് ആണെങ്കിൽ അതിൻ്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഹണികോം ബ്രിക്ക് വർക്ക്, ഹാഫ് ബ്രിക്ക് പാർട്ടീഷൻ വാൾസ് ഇതെല്ലാം മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ എന്താണ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക്? നമ്മൾ ബ്രിക്കിൻ്റെ കൂടെ തന്നെ നമ്മൾ റീബാറോടെ പ്ലേസ് ചെയ്തിട്ടുള്ള ടൈപ്പ് കൺസ്ട്രക്ഷനാണ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് എന്ന് വിളിക്കുന്നത്. റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് വരുമ്പോൾ നമ്മൾ മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി സ്ട്രിങ് കോഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഓർണമെൻറ്റൽ പർപ്പസിനായിട്ട് കൊടുക്കുന്ന സ്ട്രിങ് കോഴ്സ്, കോർണിസ് അതൊക്കെ മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എത്ര ലെങ്ത്തിലാണ് കൊടുക്കുന്നത് എന്ന ബേസിസിലാണ് അതിന് എസ്റ്റിമേറ്റ് ഇടുന്നത്.
ബ്രിക്ക് വർക്ക് ഇൻ ഫയർ പ്ലേസ്, ചിമ്നിയുടെ ഫയർ പ്ലേസിൽ അവിടെയൊക്കെ വരുന്ന ബ്രിക്ക് വർക്കും മീറ്റർ ക്യൂബിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സ്റ്റോൺ വർക്ക് വരുന്നതും ബ്രിക്ക് മേസണറി കൂട്ട് തന്നെ നമ്മൾ മീറ്റർ ക്യൂബിലാണ് മെഷർ ചെയ്യുന്നത്. വുഡ് വർക്ക് വരുമ്പോൾ, ഇനി വുഡ് വർക്കിൻ്റെ കേസിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് വുഡ് വർക്ക് ഇൻ ഫ്രെയിംസ് ആണെങ്കിൽ, ഫ്രെയിമും ഉണ്ട് ഷട്ടറും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ടള അടിക്കാൻ നേരം ഈ കട്ടളയുടെ ഫ്രെയിമിൻ്റെ വിൻഡോസിൻ്റെ ഡോർസിൻ്റെ ഫ്രെയിമിന് നമ്മൾ വുഡ് വർക്ക് യൂസ് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ഇനി ഷട്ടറിൻ്റെ കേസിൽ വരുവാണെങ്കിൽ നമ്മുടെ പാളികളുണ്ടല്ലോ, ജനലിൻ്റെയും ഡോർസിൻ്റെയൊക്കെ പാളികൾ, പാനൽസ്, ഈ ഷട്ടേഴ്സിന് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലുമാണ്. അത് രണ്ടും മാറിപ്പോകല്, വളരെ ഇമ്പോർട്ടൻ്റുമാണ്, രണ്ടും ചോദിച്ചിട്ടുമുണ്ട്. ഡോർസ് ആൻഡ് വിൻഡോ ഷട്ടേഴ്സ് ഓർ ലീവ്സ് ഇൻ മീറ്റർ സ്ക്വയർ. ഇനി ഡോർസ് ആൻഡ് വിൻഡോ ഫിറ്റിങ്സ് ആണെങ്കിൽ, നമ്മൾ ഈ ഡോർസിൻ്റെ വിൻഡോസിൽ കൊടുക്കുന്ന മറ്റേ ബോൾട്ടുകൾ അങ്ങനത്തെ ഫിറ്റിങ്സ് ആണെങ്കിൽ അത് നമ്മൾ നമ്പേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. വുഡ് വർക്ക് ഇൻ പാർട്ടീഷൻ അല്ലെങ്കിൽ പ്ലൈവുഡ് ഒക്കെ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ആയിരിക്കും, കാരണം അത് തിന്നായതുകൊണ്ട് തന്നെ മീറ്റർ സ്ക്വയറിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ടിമ്പറിങ് ഓഫ് ട്രെഞ്ചസ്, ടിമ്പറിങ് എന്ന ടോപ്പിക്ക് നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിട്ടുള്ളതാണ്. ടിമ്പറിങ് ഓഫ് ട്രെഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന ട്രെഞ്ചസിൻ്റെ സൈഡിൽ ഈ മണ്ണ് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ ടിമ്പറിങ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ടിമ്പറിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. നമ്മൾ ആ കവർ ചെയ്യുന്ന ടിമ്പർ ചെയ്യുന്ന ആ ഫേസിൻ്റെ ഏരിയ വെച്ചിട്ടാണ് നമ്മളതിനെ മെഷർ ചെയ്യുന്നത്. പൈപ്പ്, റെയിൻ വാട്ടർ, സാനിറ്ററി പൈപ്പ്സ്, വാട്ടർ പൈപ്പ്സ്, ഇതെല്ലാം നമ്മൾ മീറ്റേഴ്സിലാണ്, എത്ര ലെങ്ത്തിലാണ് ഇടുന്നത് എന്ന ബേസിസിലാണ് നമ്മളതിന് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ഫിക്സിങ് ഡോർസ് ആൻഡ് വിൻഡോസ്, അത് നമ്മൾ നമ്പേഴ്സിലാണ് എടുക്കുന്നത്. വെൽ സിങ്കിങ്, നമ്മൾ എത്ര ലെങ്ത്തിലാണ്, എത്ര ഡെപ്തിലാണ് നമ്മൾ ഇടുന്നത്, ആ ഒരു മീറ്റർ ലെങ്ത്തിൻ്റെ ബേസിസിലാണ് നമ്മളതിന് റേറ്റ് ഇടുന്നത്. പൈൽ ഡ്രൈവിങ്ങിൻ്റെ കേസ് മീറ്ററിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ഇനി സ്റ്റീൽ വർക്കിലേക്ക് വരുമ്പോൾ ഓർത്തോണം, മിക്കതിനും ക്വിൻ്റലിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്, ചില എക്സെപ്ഷൻസ് ഒഴിച്ച്. ഇപ്പോൾ റോൾ സ്റ്റീൽ ജോയിസ്റ്റ്, ചാനൽ സെക്ഷൻസ്, അതേപോലെ സ്റ്റീൽ റീബാർ, ഇതെല്ലാം നമ്മൾ ക്വിൻ്റലിലാണ് മെഷർ ചെയ്യുന്നത്. സ്റ്റീൽ റീബാറിൻ്റെ തന്നെ ബെൻഡിങ്, ഫാബ്രിക്കേഷൻ, ഇതെല്ലാം ക്വിൻ്റലിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി ഫാബ്രിക് റീഇൻഫോഴ്സ്മെൻറ്റ് വരുമ്പോൾ, വയർ നെറ്റിംഗ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻസിൽ വരുന്ന ചിലതാണ് ഇതൊക്കെ. ഗസറ്റ് പ്ലേറ്റ് വരുമ്പോഴും നമ്മൾ ക്വിൻ്റലിലാണ് മെഷർ ചെയ്യുന്നത്. കട്ടിംഗ് ഓഫ് അയൺ ജോയിസ്റ്റ് ആൻഡ് ചാനൽസ്, നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റിമീറ്ററിലാണ് അത് മെഷർ ചെയ്യുന്നത്. ആംഗിൾസ്, ടീ സെക്ഷൻസ്, പ്ലേറ്റ്സ്, ഇതും കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ അത് സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കാസ്റ്റ് അയൺ പൈപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിൻ്റെ മീറ്റർ, അതിൻ്റെ ലെങ്ത്തിൻ്റെ ബേസിസിലാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന റിവറ്റ്സ്, ബോൾട്സ്, നട്ട്, ഇതിൻ്റെ എല്ലാം ക്വിൻ്റൽ ബേസിസിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. വയർ ഫെൻസിങ്, നമ്മുടെ ബാർബ്ഡ് വയർ ഫെൻസിങ് നമ്മൾ മീറ്ററിൽ എത്ര ലെങ്ത്തിലാണ് ഇടുന്നത് എന്ന ബേസിസിൽ മീറ്റർ കണക്കിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. അയൺ റെയിലിംഗ് വരുന്നതും മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി നമ്മുടെ കൊളാപ്സിബിൾ ആയിട്ടുള്ള മറ്റേ അയണിൻ്റെ ഗേറ്റ്സ്, അതേപോലെ കൊളാപ്സിബിൾ ഡോർസ്, റോളിംഗ് ഷട്ടേഴ്സ്, ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് സ്ക്വയർ മീറ്ററിലാണ്. അപ്പോൾ റോളിംഗ് ഷട്ടറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തോണം. ഒരു പർട്ടിക്കുലർ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോളിംഗ് ഷട്ടർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എസ്റ്റിമേറ്റ് ഇടുന്ന ഏത് യൂണിറ്റിലാണ്, അപ്പോൾ അതും മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് വരുന്നത് മീറ്റർ സ്ക്വയറിൽ തന്നെയാണ്. ഇനി റൂഫിംഗ് വരുമ്പോഴും മിക്കതും സ്ക്വയർ മീറ്ററിലായിരിക്കും. ടൈൽഡ് റൂഫ്, കൊറുഗേറ്റഡ് അയൺ ഷീറ്റ്സ്, നമ്മുടെ GI ഷീറ്റ്, ഇതെല്ലാം സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. RCC വരാൻ നേരം, നേരത്തെ നമ്മളൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു, RCC സ്ലാബ് ഒക്കെ വരാൻ നേരം നമ്മൾ ക്യൂബിക് മീറ്ററിലാണത് മെഷർ ചെയ്യുന്നത്. ഇനി ലൈൻ കോൺക്രീറ്റ് ഓവർ റൂഫ്, ഇതെല്ലാം നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി റിഡ്ജസ്, വാലീസ് ആൻഡ് ഗട്ടേഴ്സ്, നമ്മുടെ റൂഫിൻ്റെ ആ ഒരു എഡ്ജിൽ വരുന്ന റിഡ്ജസ്, ഗാലീസ്, ഗട്ടേഴ്സ്, മഴവെള്ളം ഒഴുകി പോകാനുള്ള ഗട്ടേഴ്സ്, ഇതെല്ലാം നമ്മൾ മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. ടാർ ഫെൽറ്റിംഗ്, ബിറ്റൂമിനസ് പെയിൻറ്റിങ്, നമ്മൾ ഈ വാട്ടർ പ്രൂഫിങ്ങിനായിട്ട് കൊടുക്കുന്ന പെയിൻറ്റിങ്സ്, ഇതെല്ലാം മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ജോയിൻറ്റ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത്. സെൻറ്ററിങ് ആൻഡ് ഷട്ടറിങ്, ഫോം വർക്ക്, ഇതെല്ലാം നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ് ആൻഡ് ഫിനിഷിങ്, ഈ പോയിന്റിലേക്ക് വരുമ്പോഴും മിക്കതും മീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും. ഇവിടെയും ചില എക്സെപ്ഷൻസ് ഉണ്ടാകാം. പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ്, ഇതെല്ലാം മീറ്റർ സ്ക്വയറാണ്. ഡാഡോ വർക്ക് ചെയ്യുന്നതെല്ലാം മീറ്റർ സ്ക്വയറിലാണ്. സ്കേർട്ടിങ് വരുമ്പോൾ നമ്മൾ മീറ്ററിലാണ് അതിൻ്റെ റേറ്റ് ഇടുന്നത്.
ഇനി വൈറ്റ് വാഷിങ്, കളർ വാഷിങ് എല്ലാം മീറ്റർ സ്ക്വയർ, ഡിസ്റ്റെമ്പറിങ്, പെയിൻറ്റിങ്, വാർണിഷിങ്, വുഡ് വർക്കിലുള്ള പോളിഷിങ് ഇതെല്ലാം മീറ്റർ സ്ക്വയറിൽ വരും. ഇനി നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ പെയിൻറ്റ് ചെയ്യുവാണ് എങ്കിൽ അതിന് നമ്മൾ പെർ നമ്പറാണ് നമ്മളതിന് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പരസ്യത്തിൻ്റെ പേർപ്പസസിനായിട്ടൊക്കെ നമ്മൾ ലെറ്റേഴ്സ് പെയിൻറ്റ് ചെയ്തിടുമല്ലോ, അപ്പോൾ അതെല്ലാം നമ്പേഴ്സിലാണ് നമ്മൾ റേറ്റ് ഇടുന്നത്. ഫ്ലോറിങ്ങിനും സ്ക്വയർ മീറ്ററിലാണ് മിക്ക ഫ്ലോറിങ്ങിനും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഡിഡക്ഷൻസ്. നമ്മൾ ബ്രിക്ക് മേസണറി കെട്ടുമ്പോൾ അതേപോലെ പെയിൻറ്റിങ്, പോയിൻറ്റിങ് ഒക്കെ വരുമ്പോഴും ചില ഡിഡക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഡക്ഷൻ ഫോർ ഓപ്പണിംഗ് ഇൻ മേസണറി. ഇപ്പോൾ മേസണറി കൺസ്ട്രക്ഷനിൽ, ബ്രിക്ക് മേസണറിയിൽ നമുക്ക് ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ്, ചെയ്യേണ്ടാത്തത് എപ്പോഴാണെന്ന് നോക്കാം. നോ ഡിഡക്ഷൻ ഇസ് മെയ്ഡ് ഫോർ ദ ഫോളോയിങ്: ഓപ്പണിങ്സ് അപ് ടു 1000 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 1000 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 0.1 മീറ്റർ സ്ക്വയർ വരെയുള്ള ഓപ്പണിങ്സിന് നമുക്ക് ബ്രിക്ക് മേസണറിയിൽ ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. Ends of beams, post, rafters, purlins up to 500 square centimeters or 0.05 square meters. ഇങ്ങനത്തെ ഏരിയാസിലും നമുക്ക് ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ട. വെൻ ദ ഏരിയ ഇസ് ലെസ് ദാൻ 0.05 സ്ക്വയർ മീറ്റേഴ്സ്. ബെഡ് പ്ലേറ്റ്, വാൾ പ്ലേറ്റ്, ബെയറിങ്സ് ഓഫ് ഷെഡ്ജാസ് അപ് ടു 10 സെൻറ്റിമീറ്റർ ഡെപ്ത്. 10 സെൻറ്റിമീറ്റർ ഡെപ്ത് വരെയുള്ള ബെഡ് പ്ലേറ്റ്, വാൾ പ്ലേറ്റ് ഇതിനൊന്നും നമുക്ക് ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ട. ബാക്കിയുള്ള കേസിലെല്ലാം നമ്മൾ ഡിഡക്ഷൻസ്, ഇതിനൊക്കെ ഹയർ വാല്യൂസിനെല്ലാം നമ്മൾ ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യും. ഇപ്പോൾ സാധാരണ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ബ്രിക്ക് മേസണറിയിൽ നമ്മൾ കൂടുതലും നമുക്ക് ഡിഡക്ഷൻസ് വരുന്നത് ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിങ്സ് ഒക്കെയാണ്. അപ്പോൾ അവിടെയും ഇത് കൂടാതെ ഉള്ള ഓപ്പണിങ്സിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. 0.1 സ്ക്വയർ മീറ്റേഴ്സിൽ താഴെയുള്ള ഓപ്പണിങ്സിന് എന്തെങ്കിലും ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ബ്രിക്ക് മേസണറിയിൽ ഡിഡക്ഷൻ കൺസിഡർ ചെയ്യേണ്ട. ഇനി 0.05 മീറ്റർ സ്ക്വയറിലും താഴെ ഓപ്പണിങ്സ് ഉള്ള, താഴെ ഏരിയ ഉള്ള എൻഡ് ഓഫ് ബീംസ്, റാഫ്റ്റേഴ്സ്, പെർലിൻ അവിടെ നമുക്ക് ബ്രിക്ക് മേസണറിയിൽ ഡിഡക്ഷൻ കൺസിഡർ ചെയ്യേണ്ട. അതേപോലെ ബെഡ് പ്ലേറ്റ്, വാൾ പ്ലേറ്റ്, ഇഫ് ഇറ്റ്സ് ഡെപ്ത് ഇസ് ലെസ് ദാൻ 10 സെൻറ്റിമീറ്റേഴ്സ് അവിടെയും നമുക്ക് ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ട. ഇനി പ്ലാസ്റ്ററിങ് ആൻഡ് പോയിൻറ്റിങ്ങിൽ ഡിഡക്ഷൻസിൻ്റെ ഡിസ്കസ് ചെയ്യാം. ഡിഡക്ഷൻസ് ഫോർ ഓപ്പണിങ്സ് ആർ മെയ്ഡ് ഇൻ ദ ഫോളോയിങ് മാനർ. നോ ഡിഡക്ഷൻ ഇസ് മെയ്ഡ് ഫോർ എൻഡ്സ് ഓഫ് ബീംസ്, പോസ്റ്റ്, റാഫ്റ്റേഴ്സ് എക്സെട്ര. ബീംസിൻ്റെ, പോസ്റ്റിൻ്റെ, റാഫ്റ്റേഴ്സിൻ്റെ ഒക്കെ എൻഡ്സിൽ നമ്മൾ ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യാറില്ല. For small openings up to 0.5 square meters, no deduction is made. 0.5 meter square വരെയുള്ള ഓപ്പണിങ്സിന് നമുക്ക് ഡിഡക്ഷൻസ് കൺസിഡർ ചെയ്യേണ്ട. For openings exceeding 0.5 square meters but less than 3 square meters. അപ്പോൾ 0.5ന് താഴോട്ടുള്ളതിനൊന്നും ഡിഡക്ഷൻ കൺസിഡർ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇനി 0.5 to 3 മീറ്റർ സ്ക്വയർ വരെയുള്ളതിൻ്റെ കേസാണ് ഈ പറയുന്നത്. ഡിഡക്ഷൻ ഇസ് മെയ്ഡ് ഫോർ 1 phase only. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ആയാലും പോയിൻറ്റിങ് ഒക്കെ ആണെങ്കിലും പ്ലാസ്റ്ററിങ് നമ്മളൊരു വോളിൻ്റെ ഒക്കെ 2 സൈഡിലും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ഏരിയയ്ക്കുള്ളിലാണെങ്കിൽ 0.5 സ്ക്വയർ മീറ്റേഴ്സ് ടു 3 സ്ക്വയർ മീറ്റേഴ്സിനുള്ളിലാണെങ്കിൽ ഒരു ഫേസിൽ മാത്രം ഡിഡക്ഷൻ കൺസിഡർ ചെയ്താൽ മതി. ഇനി 3 സ്ക്വയർ മീറ്ററിൽ കൂടുതലാണ് എങ്കിൽ 2 ഫേസിൽ നമ്മൾ ഡിഡക്ഷൻ കൺസിഡർ ചെയ്യും. ഫോർ ഓപ്പണിങ്സ് അബവ് 3 മീറ്റർ സ്ക്വയർ ഡിഡക്ഷൻ ഇസ് മെയ്ഡ് ഫോർ ബോത്ത് ഫേസസ് ഓഫ് ദ ഓപ്പണിംഗ്. അപ്പോൾ ഇത് ഈ 2 കാര്യങ്ങളും ബ്രിക്ക് മേസണറിയിലും അതേപോലെ പ്ലാസ്റ്ററിങ് ഇവിടെ ഡിഡക്ഷൻ കൺസിഡർ ചെയ്യുന്ന എവിടെയൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോക്കസ് ചെയ്ത് പഠിക്കണം. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഉണ്ട്, നമ്മുടെ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു നമ്മുടെ ഓവർസിയർ 3rd ഗ്രേഡ് എക്സാം ലെവൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ 2 ടൈപ്പ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡും സെൻറ്റർ ലൈൻ മെത്തേഡുമാണ് നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റൂമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ എസ്റ്റിമേറ്റ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടെങ്കിൽ ആ റൂമിൽ വരുന്ന 4 വാൾസിനെ നമ്മൾ അതിൽ ലോങ് വാൾസും ഷോർട്ട് വാൾസും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ലെങ്ത്ത് കൂടിയ വാൾസിനെ ലോങ് വാൾസ് എന്നും മറ്റേതിനെ ഷോർട്ട് വാൾ എന്നും വിളിക്കുന്നു. ഇനി ലോങ് വാളിൻ്റെ ഏരിയ പ്രത്യേകം കണ്ടുപിടിക്കും, ഷോർട്ട് വാളിൻ്റെ ഏരിയ നമ്മൾ പ്രത്യേകം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഈ ലോങ് വാളിൻ്റെ ലെങ്ത് ആദ്യം കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് പ്ലസ് ഹാഫ് ബ്രെഡ്ത്ത് ഓൺ വൺ സൈഡ് പ്ലസ് ഹാഫ് ബ്രെഡ്ത്ത് ഓൺ അതർ സൈഡ്. ഈ ഒരു ഫിഗറിൽ സെൻറ്റർ ലൈൻ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നടുക്കൂടെ പോകുന്ന ഡോട്ടഡ് ലൈനാണ് അതിൻ്റെ സെൻറ്റർ ലൈനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ലൈൻ ലെങ്ത് ലോങ് വാളിൻ്റെ കൺസിഡർ ചെയ്യുക, പ്ലസ് നമ്മൾ ഏത് പോർഷൻ്റെ എസ്റ്റിമേറ്റ് ആണോ എടുക്കുന്നത്, ഇപ്പോൾ എർത്ത് വർക്കിൻ്റെ ആകാം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ആകാം, അപ്പോൾ ഏതിൻ്റെയാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ബ്രെഡ്ത്ത് ഓൺ വൺ സൈഡ് പ്ലസ് ഹാഫ് ബ്രെഡ്ത്ത് ഓൺ അതർ സൈഡ്. അതായത് ഒരു ഫുൾ തിക്നെസ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും സെൻറ്റർ ലൈൻ ലെങ്ത്തിൻ്റെ കൂടെ.
അപ്പോൾ ലോങ് വാൾ ലെങ്ത് എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് പ്ലസ് 1 ബ്രെഡ്ത്ത്. ഇനി ഷോർട്ട് വാളിൻ്റെ ലെങ്ത് അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഇപ്പോൾ ലോങ് വാളിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫുൾ ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, ഈ ഒരു ഫിഗറിൽ കാണുന്നുണ്ട്. പിന്നെ ഈ ഷോർട്ട് വാളിൻ്റെ ഇനി നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കേണ്ടപ്പോൾ ഇത് ഈ നടുക്കുള്ള ബാക്കി റിമൈനിങ് പോർഷൻസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൻ്റെ കൂടെ 1 ബ്രെഡ്ത്ത് നമുക്ക് കുറയ്ക്കണം. അതായത് ഈ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൻ്റെ കൂടെ ഹാഫ് ബ്രെഡ്ത്ത് രണ്ട് സൈഡിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 1 ഫുൾ ബ്രെഡ്ത്ത് നമുക്ക് ഫുൾ സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഷോർട്ട് വാൾ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ലോങ് വാളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതും ഷോർട്ട് വാളിൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ഇതിൽ നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിൻ്റെ കൂടെ 1 ബ്രെഡ്ത്ത് കൂട്ടുമ്പോൾ നമുക്ക് ലോങ് വാളിൻ്റെ ലെങ്ത്ത് കിട്ടും. സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത്തിനോട് 1 വിഡ്ത്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് കിട്ടും. ഇനി ലാസ്റ്റ് അടുത്തത് വരുന്നത് നമ്മുടെ സെൻറ്റർ ലൈൻ മെത്തേഡാണ്. സെൻറ്റർ ലൈൻ മെത്തേഡിൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എല്ലാ വാൾസിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ലെങ്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ലൈനായിട്ട് നമ്മൾ മൊത്തം ലെങ്ത്തും കണ്ടുപിടിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കേണ്ട, ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ ആണെങ്കിൽ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് ഇൻറ്റു അതിൻ്റെ ഹൈറ്റോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് സെൻറ്റർ ലൈൻ മെത്തേഡ്. സെൻറ്റർ ലൈൻ മെത്തേഡാണ് കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് നമുക്ക് വാല്യൂസ് തരുന്നതും. കൂടുതലും ഈ പോളിഗണൽ ഷേപ്ഡിലുള്ള റൂംസ്, അങ്ങനത്തെ ഈ ഈവൻ ഷേപ്പ് കുറച്ച് പെക്യുലർ ആയിട്ടുള്ള ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ നമുക്ക് സെൻറ്റർ ലൈൻ ലെങ്ത് ആയിരിക്കും ഒന്നുകൂടെ എളുപ്പം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ നേരം കൺസിഡർ ചെയ്യുന്ന ചില റൂൾസ്, മെഷർമെൻറ്റ് എങ്ങനെ എൻ്റർ ചെയ്യണം, ആദ്യം ലെങ്ത്ത്, പിന്നെ വിഡ്ത്ത്, പിന്നെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്, ഡെപ്ത്ത് അത് പറഞ്ഞു. പിന്നെ ഡിഡക്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ മിക്ക മെഷർമെൻറ്റ്സും എടുക്കുമ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഉള്ള യൂണിറ്റ് ഏതാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.